മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം മോഹൻലാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു വശത്തേക്ക് ചാടും, വീണ്ടും വെള്ളം എന്ന് പറയുമ്പോൾ മറുവശത്തേക്ക് ചാടും. നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചുങ്കപ്രഖ്യാപനം കാണുമ്പോഴേ മണിച്ചിത്രത്താഴിലെ കുതിരോട്ടം പപ്പുവിനെയാണ് ഓർമ്മ വരുന്നത്. താരിഫ് എന്ന് പറയുമ്പം ഒരു വശത്തേക്ക് ചാടി ട്രംപ് പറയും ഇന്ത്യക്ക് 50%. വീണ്ടും താരിഫ് എന്നാരെങ്കിലും പറഞ്ഞാൽ ട്രംപ് വേറൊരു വശത്തേക്ക് ചാടി പറയും ലാവോസിന് 40%. വീണ്ടും വെള്ളമെന്ന് പറയുമ്പോൾ പറയും ചൈനയ്ക്ക് 30%, പിന്നെ പറയും റഷ്യയ്ക്ക് 10%. ചെവിയിൽ ചെമ്പരത്തിപ്പൂവും തിരികി കുതിരവട്ടം പപ്പു കാണിക്കുന്ന ഈ കോമാളി അഭിനയമാണ് കുറച്ച് നാളുകളായിട്ട് ട്രംപ് തുടർന്നു വരുന്നത്. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഇത്തരം ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഉള്ള കാരണങ്ങളിലൊന്ന്, ട്രംപിൻ്റെ മാനസിക സമനില തെറ്റിയ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും കാണുന്നത്. ഒരുപാട് പ്രസ്താവനകളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യൻ സിറ്റുവേഷൻ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, കാലം തെറ്റിയ പ്രസ്താവനകൾ, ഈ പ്രസ്താവനകൾ നൽകുന്ന ദുഷ്സൂചനകൾ, ഇത് നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഒരു പ്രസ്താവന നടത്തി. പക്ഷേ ആ പ്രസ്താവന ടെലിവിഷനിൽ വന്നെങ്കിലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതിൻ്റെ അന്തരാർത്ഥം, അതിൻ്റെ ദുരർത്ഥം കണ്ടെത്തി അതിനെ വിശകലനം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങളൊന്നും തയ്യാറായില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വസ്തുതയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: മോദിയുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ ട്രംപിനെ അനുവദിക്കാൻ പാടില്ല. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിരുത്തരവപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2005 ഓഗസ്റ്റ് 8 നമ്മുടെ പത്രങ്ങളിൽ വന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവന. അത് മനോരമയിൽ ആ വാചകത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഞാൻ കണ്ടില്ല. അത് മാമച്ചൻ്റെ ഒരു സ്റ്റൈലാണ്, വാർത്ത മുക്കുക, വാർത്തയ്ക്ക് നിറം പിടിപ്പിക്കുക എന്നുള്ള മനോരമയുടെ ഒരു സ്റ്റൈലായതുകൊണ്ട് അതിനെക്കുറിച്ച് അതിലേക്ക് ഞാൻ പോകുന്നില്ല. മാതൃഭൂമി ഫ്രണ്ട് പേജിൽ ബോക്സിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. മറ്റു പല പത്രങ്ങളിലും അത് കണ്ടു. നരേന്ദ്രമോദി പറഞ്ഞത് ഇതാണ്: വ്യക്തിപരമായി കനത്ത വില നൽകേണ്ടി വരും എന്നറിയാം, അതിന് തയ്യാറാണ്. എന്താണ് മോദി അങ്ങനെയെന്ന് പറഞ്ഞത്? ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള രണ്ട് ഗവൺമെൻറ്റുകളിലും തമ്മിലുള്ള താരിഫ് സംബന്ധിച്ച തർക്കമാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ്. കാരണം എന്തായാലും ശരി, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ ചുമത്തി എന്നുള്ളതാണ്. പക്ഷേ അത് മോദി ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള കാരണം എന്താണ്? വ്യക്തിപരമായി കനത്ത വില നൽകേണ്ടി വരും എന്നറിയാം, അതിന് തയ്യാറാണ്. വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഉലഞ്ഞപ്പോൾ മോദിയെ വ്യക്തിപരമായി തകർക്കാൻ ഒരു ശ്രമം രാജ്യത്തിനകത്തും പുറത്തും നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടന്നു വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഭംഗ്യന്തരേണ നരേന്ദ്രമോദി നൽകിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. മോദിയുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ ട്രംപിനെ അനുവദിക്കരുത്. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? മോദിയുടെ ദൗർബല്യം. എന്താണാവും മോദിയുടെ ദൗർബല്യം? മോദിയുടെ ഏത് ദൗർബല്യത്തെ, എന്ത് ദൗർബല്യത്തെയാണ് ട്രംപിന് മുതലെടുക്കാൻ കഴിയുന്നത്? ചില പ്രധാനമന്ത്രിമാർ, ദൗർബല്യമുള്ള പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. എഡ്വിനായുടെ കാല് തിരുമുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു, പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നത്. മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ക്ഷൗരം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ചിത്രം ഇപ്പോഴും നമ്മുടെ ആർക്കൈവ്സിൽ ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അപ്പോൾ നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു, പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു എവിടെ നിൽക്കുന്നു എന്ന് തീർച്ചയായിട്ടും
രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ടതാണ്. അപ്പോൾ മോദിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാൻ ചില ഭാഗങ്ങളിൽ നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് നരേന്ദ്രമോദി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ ആകർഷിക്കുമാറ് ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധി നടത്തി. അദ്ദേഹം ഇതുവരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇലക്ട്രൽ റോളിനെ തന്നെ കുറ്റം പറയാൻ തുടങ്ങി. അവസാനം രാഹുൽ ഗാന്ധി കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 25 സീറ്റ് മോഷ്ടിച്ചാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് മോഷ്ടിച്ചു എന്നുള്ളതാണ്. ഈ മോഷണം എന്ന വാക്ക് ഇറ്റാലിയൻ സംസ്കാരത്തിന് അനുയോജ്യമാണ്. അവരെ വളരെ മോശമായ വാക്കുകൾ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഒട്ടും സഭ്യമല്ലാത്ത വാക്കുകൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇറ്റലിക്കാർ. പാർലമെൻറ്റിൽ തന്നെ സംസാരിക്കുമ്പോൾ ഈ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. എന്താ ശരി, ഈ മോഷണം അതാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച ഒരു വാക്ക്. മോഷണം നമ്മൾ കണ്ടിട്ടുണ്ട്. 947 ആദ്യം വന്ന ഗവൺമെൻറ് തന്നെ മോഷണം നടത്തിയതിൻ്റെ ആരോപണത്തിലായിരുന്നു. മുന്ദ്ര കേസിൽ 1,25,00,000 രൂപയുടെ അഴിമതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. രണ്ടാമത് ഒരു മോഷണം അത് നടന്നത് ബൊഫോഴ്സ് ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബൊഫോഴ്സ് ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് 75 കോടിയുടെ അഴിമതി നടന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നോക്കുമ്പോൾ അഴിമതി പല സംസ്ഥാന നേതാക്കന്മാരും നടത്തുന്ന അഴിമതികൾ കണ്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായൊരു തുകയായിട്ട് തോന്നാം. എന്തായാലും ശരി, നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് 5000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഇന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആരോപണത്തിന് വിധേയരായത് ഒന്ന് സോണിയാഗാന്ധി, മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുമാണ്. അപ്പോൾ അവർ നാഷണൽ ഹെറാൾഡിൻ്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നടത്തിയൊരു ശ്രമമാണ് നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ട 5000 കോടി ആരോപണത്തിലേക്ക് വരുന്നത്. അപ്പോൾ മോഷണം കലയാക്കി മാറ്റിയ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മോഷണമെന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് മടിക്കേണ്ട കാര്യമില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് ഇറ്റാലിയൻ സംസ്കാരത്തിൽ ഇതൊക്കെ ഒരു മോശമായ വാചകമായോ അല്ലെങ്കിൽ ഒരു വാക്കായോ അവരാരും കരുതുന്നുമില്ല. ഇനിയും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഫോക്കസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ഗൗരവമായിട്ട് ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് 25 സീറ്റുകൾ മോഷ്ടിച്ച് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയല്ല, മറിച്ച് മോഷ്ടിച്ച് സീറ്റുകൾ സമ്പാദിച്ച ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിരന്തരം പലരും ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പല അഭിപ്രായവും പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ ചാനൽ ചർച്ചകളിൽ നിഷ്പക്ഷൻ്റെ കുപ്പായം അണിഞ്ഞു വന്നിരിക്കുന്ന ചില ആളുകൾ അവർ ഈ പറഞ്ഞതുപോലെ മോദിയുടെ രക്തത്തിനായിട്ട് ദാഹിക്കുന്ന നിഷ്പക്ഷമതികളാണ്. ധരിച്ചിരിക്കുന്നത് നിഷ്പക്ഷ കുപ്പായമാണെന്ന് മാത്രം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നിഷ്പക്ഷ കുപ്പായം അണിഞ്ഞ ഒരാൾ പറയുന്നത് കേട്ടു, ഈ പേജർ പൊട്ടിത്തെറിക്കാൻ പറ്റുമെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റില്ലേ? എത്ര വലിയൊരു വിവരക്കേടാണ് ആ മനുഷ്യൻ പറയുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടാണ് കേട്ടിരുന്നത്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പം ഇത്തരത്തിൽ നിഷ്പക്ഷ കുപ്പായം ഇട്ടുകൊണ്ട് നരേന്ദ്രമോദിയെ കുഴപ്പക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ഒരു കാര്യമായ ശ്രമം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഇലക്ടറൽ റോളിൽ തട്ടിപ്പ് നടത്താൻ എങ്ങനെയാണ് ബി ജെ പി കഴിയുന്നത്? കാരണം ഇലക്ടറൽ റോളിലേക്ക് അംഗങ്ങളെ ചേർക്കുന്ന ബി ജെ പിക്കാരല്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്, അതിന് പരാതി കൊടുക്കാൻ സംവിധാനമുണ്ട്. ഇതെല്ലാം ഉപരിയായിട്ട് വോട്ട് ചെയ്യാൻ ഒരു പൗരൻ, ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾ അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ഒബ്ജക്ഷൻ പറയാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് എല്ലാവരെയും കബളിപ്പിച്ച് ഇത്രയധികം വോട്ടുകൾ ചേർത്ത് ഇത്രയധികം കള്ളവോട്ടുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതൊട്ടും പ്രായോഗികമല്ല എന്നുള്ള കാര്യം പല പ്രാവശ്യം പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പോലെ തന്നെ ഇലക്ട്രൽ റോളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നിട്ട്
തനിക്ക് കിട്ടാത്ത ജനസമ്മതി അല്ലെ തൻ്റെ പാർട്ടിക്ക് കിട്ടാത്ത സീറ്റുകളുടെ കാരണം ഗവൺമെൻറ് കാണിക്കുന്ന ഈ മോഷണം കൊണ്ടാണ്, അല്ലെങ്കിൽ കള്ളത്തരം കൊണ്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന കാപട്യം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇമേജ് സൃഷ്ടിക്കുക. ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ്, ഇന്ത്യൻ ജനാധിപത്യത്തെ മോദി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, 27 രാജ്യങ്ങൾ അവരുടെ പരമോന്നത പുരസ്കാരം കൊടുത്ത് ആദരിച്ച ഒരു വലിയ മനുഷ്യനെ തകർക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ഈ ശ്രമങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല, മറ്റ് പലരും ഈ ഗവൺമെൻറ്റിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഒരു തമിഴൻ അണ്ണാച്ചിയും ബീഹാറിൽ നിന്ന് വന്ന ഒരു കോൺഗ്രസ്സുകാരനും കൂടെ പറഞ്ഞത്, അവർ നിശ്ചയിക്കുന്ന സമയത്തിനകം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവയ്ക്കണം എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചില പരിരക്ഷകളൊക്കെ ഈ അണ്ണാച്ചിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും ഉള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കാനും ഈ ഭരണകൂടത്തെ ഉന്മൂലനം ചെയ്യുവാനും, പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയെ തകർക്കാനും നടത്തുന്ന ശ്രമങ്ങൾ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ രംഗത്തിറങ്ങിയവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവരുടെ മുദ്രാവാക്യം മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും എന്നുള്ളതാണ്. ഏത് മാർഗം ഉപയോഗിച്ചായാലും ശരി, ഇന്ത്യ ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതിന് അവരെ സഹായിക്കുന്നത് പ്രധാനമായിട്ട് CAA ആണ്. CAA ചിലിയിലെ ഗവൺമെൻറ്, അലൻഡയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച കഥ നമുക്കറിയാം. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ നിരവധി ശ്രമങ്ങൾ CAA നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ CAA സ്ഥിരതയുള്ള ഗവൺമെൻറ്റുകളെ അട്ടിമറിച്ച് അവിടുത്തെ സമൂഹത്തെ അസ്ഥിരതയിലേക്ക് വലിച്ചെറിയാനും പിന്നെ അമേരിക്കയുടെ പാവ ഗവൺമെൻറ്റുകളെ സ്ഥാപിക്കാനും നടത്തിയ ശ്രമങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ CAA കൃത്യമായി ഇന്ത്യയിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഒട്ടേറെ NGOകൾ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുന്ന ചില സംഘടനകൾ, ഇവരൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പൊതുശത്രുവായ നരേന്ദ്രമോദിയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ട്രംപ് ഉയർത്തിയ ഈ വെല്ലുവിളിയെ നമുക്ക് അതിജീവിച്ചേ മതിയാവുള്ളൂ. ട്രംപിൻ്റെ ഭീഷണിക്ക് ഇന്ന് ഇന്ത്യ വഴങ്ങിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ലക്ഷക്കണക്കിന് നമ്മുടെ പൂർവ്വസൂരികൾ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യമായിരിക്കും. അതിനൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. മോദിജി പറഞ്ഞതുപോലെ നമ്മളെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ, സ്വദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മുടെ സമ്പദ്ഘടനയെ ബലപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ഉള്ള മനസ്സ് ഇന്ത്യൻ ജനത കാണിച്ചാൽ, ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീതികേടിന്, ഈ വിവേചനത്തിന് ഏറ്റവും കനത്ത മറുപടി നൽകാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഒരു തയ്യാറെടുപ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നൊരു ഗവൺമെൻറ് സംവിധാനം മറക്കാൻ സമയമായിട്ടില്ല. 2G സ്പെക്ട്രം മറക്കാൻ നമുക്ക് സമയമായിട്ടില്ല. ഒപ്പം ആ കാലഘട്ടത്തിൽ നടന്ന മത തീവ്രവാദവും വർഗീയവാദവും മറക്കാൻ നമുക്ക് സമയമായിട്ടില്ല. തീർച്ചയായിട്ടും രാജ്യം അപകടത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, സ്വദേശി പ്രസ്ഥാനം, അത് വളർന്ന് വലുതായി നമ്മൾ നേരിടുന്ന ഈ ക്രൈസിസിനെ തീർച്ചയായിട്ടും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.